ഹലോ. രാവിലെ ഇലയൊക്കെ ആയിട്ട് ഷോ കാണിക്കുന്നത് എന്താണെന്നല്ലേ ഇപ്പം ആലോചിക്കുന്നത്? ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തരണമെന്ന് അമ്മയോട് പറഞ്ഞപ്പം ഇല വെട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല വെട്ടാൻ പോയതാണേ. ഇല വെട്ടിക്കൊണ്ട് കൊടുത്തപ്പോഴേക്കും അത് നന്നായിട്ട് വാട്ടിയെടുത്ത് അമ്മ അതിൽ പൊതിച്ചോറ് പൊതിയാൻ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ നല്ല കുത്തരി ചോറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല മാങ്ങയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി പയറുതോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ടയില്ലാതെ എന്ത് പൊതിച്ചോറ്, അതുകൊണ്ട് ഒരു മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി അച്ചാറും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിന് പകരം ചിക്കൻ ഫ്രൈ ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പീസ് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കാൻ പോവുകയാണേ. ഇത് രാവിലെയാണ് പൊതിഞ്ഞ് വെക്കുന്നത് കേട്ടോ. ഇനി ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് എടുക്കുമ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ഈ പൊതിച്ചോറ് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ ആ സ്മെല്ല്. ഒത്തിരി കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലുള്ള കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പൊതിച്ചോറായിട്ട് കഴിക്കുമ്പം അത് വല്ലാത്തൊരു സംതൃപ്തിയാണല്ലേ. അതിങ്ങനെ വാട്ടിയ ഇലയിൽ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിക്കുമ്പോഴേക്കും എനിക്കത് എത്ര കഴിച്ചാലും മതിയാവാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ. ഈ സ്മെല്ലാണ് എനിക്ക് എൻ്റെ ടേസ്റ്റിനേക്കാളും ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്കിതിൽ തോന്നാറുണ്ട്. പിന്നെയില്ലേ, അമ്മയുടെ കൈപുണ്യവും സ്നേഹവും എല്ലാം കൂടെ ചേർത്തിട്ട് പൊതിഞ്ഞെടുക്കുന്നത് കൊണ്ടായിരിക്കും ഇതിന് ഇത്രയും ടേസ്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.